ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനു ചാക്കോ. നമുക്കിന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്ത് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടും അതിനകത്ത് ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് എളുപ്പത്തിലുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അവരവരുടെ ഓപ്ഷനിലാണ്, എത്ര വേണമെന്നുള്ളത് അവരവർ തീരുമാനിക്കുക. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് ഈ സവാള ഇതായി കിട്ടും, വയന്ന് കിട്ടും, അതായത് സോട്ടായി കിട്ടും. അപ്പോൾ സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സവാള വഴന്ന് വരുന്നുണ്ട്. ഇത് ബ്രൗൺ നിറമാക്കണമെങ്കിൽ നമുക്ക് ബ്രൗൺ നിറമാക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് നല്ലോണം സോട്ടായിട്ടൊന്ന് എന്താ പറയുക, പച്ചച്ചൊവയൊക്കെ പോയി ഒന്ന് തളർന്ന് വന്നാൽ മതി. തളരാന്ന് പറയില്ല സവാള, അതായത് പച്ച ഗ്രിപ്പ് എന്താ പറയുക, സവാളയ്ക്കൊരു പിടുത്തം ഉണ്ടാവില്ല, അതൊക്കെ പോയി നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് 3 സ്പൂൺ മീറ്റ് മസാല, ചിക്കൻ മസാല ആവാം, മീറ്റ് മസാല ആവാം, അതൊക്കെ അവരവരുടെ ഓപ്ഷനിലാണ്. മൂന്ന് സ്പൂണ് 4 സ്പൂൺ ഇടുക, 3 4, അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം നന്നായി അതങ്ങോട്ട് മൂപ്പിക്കുക. ഇത് നന്നായി മൂത്താലേ ആ പച്ചച്ചോവ നന്നായി പോകണം കേട്ടോ. നന്നായി പോയാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പച്ചച്ചോവ ഒന്ന് പോണ വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. പച്ചച്ചോവ നന്നായിട്ട് മൂത്തു, പൊടി നന്നായി മൂത്തു. നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായി ഇളക്കി കൂട്ടിയിട്ട് നന്നായി ഇളക്കി കൂട്ടണം. നന്നായി കൂട്ടിയിട്ട് നന്നായി തിളക്കട്ടെ. നന്നായി തിളയ്ക്കുക. നമ്മൾ വേണമെങ്കിൽ 1/2 കപ്പ് തന്നെ മതി, കൂടുതൽ ഒഴിക്കണ്ട. 1/2 കപ്പ് ഒഴിച്ച് നന്നായി ഇളക്കി കൂട്ടിയല്ലോ. ഇളക്കി കൂട്ടിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ, അത് മുറിച്ച് അതിനകത്ത് ആഡ് ചെയ്യണം. അത് ഞാൻ മുറിച്ച് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. മുട്ട മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കമത്തി ഇട്ടേക്കണ്ട മുട്ട. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ മുട്ട മലത്തിയിടണം. അപ്പോൾ ശരിക്കും ഈ മുട്ടയിലേക്ക് എല്ലാം മസാലയൊക്കെ നന്നായി പിടിക്കും. മസാലയൊക്കെ നന്നായി പിടിച്ച് കഴിയുമ്പോൾ അത് വറ്റി വരുമ്പോൾ അത് നമുക്ക് പാത്രത്തിലാക്കി വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് ഈവൻ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ, നോയമ്പ് കാലത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം. നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചാക്കോ. ഇതിൻ്റെ അവതാരിച്ച ഫോട്ടോ ഞാൻ ഇട്ടേക്കാം.